മാഡം പറഞ്ഞവരോട് ബഹുമാനത്തോടൊരു ചോദ്യം. മാഡം ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും, പക്ഷേ ഈ സ്റ്റേറ്റിന് എവിടെ നിന്നാണ് ഈ കാശ് മൊബിലൈസ് ചെയ്യാൻ കഴിയുക? നേരത്തെ പറഞ്ഞ പോലെ 1000, 1200 കോടി രൂപ സ്റ്റേറ്റ് എവിടെ നിന്നാണ് മൊബിലൈസ് ചെയ്യുക? നേരത്തെ സിന്ധുകോൾജി പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. പലപ്പോഴും പുരുഷന്മാരുടെ കയ്യിൽ കിട്ടുന്നത് നെഗറ്റീവായി പോകാറുണ്ട്. അത് അവിടെയാണ് നമ്മുടെ അഗ്രഗേറ്റ് എക്കണോമിക്സിനെ മനസ്സിലാക്കേണ്ടത്. അഗ്രഗേറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻഡിവിജ്വൽ എക്കണോമിക്സ് അല്ല, അതിന്റെ ഒരു ടോട്ടാലിറ്റിയാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞത്. ഇവിടെ നമ്മൾ സബ്സിഡി കൊടുക്കുകയോ MSME വളർത്തിക്കൊണ്ടുവരികയോ ഒക്കെ ചെയ്യും. എന്റെ ചോദ്യം ഒരു ചോദ്യം മാത്രം. എക്കണോമിക് ലോജിക് എന്താണ് ഇതിന്റെ? മിഡിൽ ക്ലാസ്സിലെ ഒരു സ്ത്രീക്ക് ഫ്രീ ആയി യാത്ര അനുവദിക്കുന്നു, പാവപ്പെട്ട ഒരു പുരുഷന് അനുവദിക്കുന്നില്ല. എന്ത് ലോജിക്കാണ്? അതൊരു വികേന്ദ്രിത നീതിയുടെ പ്രശ്നമാണ്. അതായത് സംവരണം എപ്പോഴാണ് ആവശ്യം വരുന്നത്? അസമത്വമുള്ള ഒരു സമൂഹത്തിലെ സംവരണത്തിന്റെ ആവശ്യം. സമത്വമുള്ളിടത്ത് സംവരണത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഏതൊരു സംവരണ പോളിസി വരുമ്പോഴും മാർജിനലൈസ്ഡ്, അരികവൽക്കരിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു. പാവപ്പെട്ട പുരുഷനല്ലേ അത് കിട്ടേണ്ടത്? മിഡിൽ ക്ലാസ്സിലെ ഒരു സ്ത്രീയേക്കാൾ പാവപ്പെട്ട പുരുഷനല്ലേ അത്? അതെ രാഹുൽ സാറേ, അതുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷണൽ ചലഞ്ച് പറഞ്ഞത്. ഇത് ഭാവിയിൽ ഏത് രീതിയിൽ നീങ്ങുമെന്നുള്ളതും ഇതിന്റെ മെത്തഡോളജിയും എത്ര ഡിസ്റ്റൻസ് വരെ, ഡിസ്റ്റൻസിന് ബൗണ്ടറി ഉണ്ടാകും, ഇതെല്ലാം നമ്മൾ ഓപ്പറേഷണൽ ചലഞ്ചിൽ കാണും. അതിന്റെ ലോജിസ്റ്റിക്സ് ഇപ്പോഴും പുറത്തോട്ട് വന്നിട്ടില്ല. ആ ലോജിസ്റ്റിക്സ് വന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പറയുന്നതായിരിക്കാം ഉചിതം.